ചിരിക്കുന്ന പൈതലാണ്. എങ്കിലും ഇന്നിപ്പോൾ ആരോട് ചിരിക്കുന്നില്ല. ആരുടെ മടിയിലായുള്ളത്? മഹാബേരൂർ പർവ്വതത്തിലായിരിക്കുന്ന ഒരു മടിയിലല്ലേ? പ്രകാരത്തിൽ ഇതൊക്കെ എൻ്റെതായിരിക്കുന്ന ഒരു കുലപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്ന ഒരു മധ്യേ എൻ്റെതായിരിക്കുന്ന ശിശുവിനെ ഞാനിങ്ങനെ ഭാര്യയെടുത്തു. നിനക്ക് വേണം ഞാൻ ചോദിച്ചതിന് ഉത്തരവായില്ല. എനക്ക് തരുമെന്ന് ഞാൻ ചോദിച്ചത്. അതാണ് സത്യം. കേറ്റുന്നോ പറഞ്ഞിരിക്കുന്നു ഒരമ്മയാണെങ്കിൽ ഏതൊരു മക്കളെയും ബുക്കിലാന്ന് പറയല്ലേ, എന്തിനും കൊടുക്കൂല. കാക്കക്കുമ്പരെന്തിനും വരെ രാജ കൊടുക്കുക ഇല്ല അല്ലേ? അത് പ്രകാരത്തിങ്കിൽ ഞാൻ കേറ്റു നോക്കുന്ന പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. മരണം മുഖാമുഖാന്ന് കാണുക അല്ലേ? ഞാനിപ്പോൾ പൊട്ടിപ്പുളർന്ന് മരിച്ചു പോകുന്ന ചിന്തിക്കുക. അപ്പോഴാണ് ശിശുവിൻ്റെ ഒരു കരച്ചേലെടുക്കുക. പിന്നെ എന്താണ് ഓർക്കുക? ശിശുവിൻ്റെ മുഖം ഒന്ന് കാണാനാണ് ഓർക്കുക അല്ലേ? ആ മുഖം കാണുമ്പോൾ എങ്ങനെയാണ്? കണ്ണുനീരോടുകൂടിയേ കാണുക. കണ്ണുനീര് ഒഴിക്കാൻ വേണ്ടി അമർത്തിയൊന്ന് ചിമ്മും, ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടില്ലേ? വീണ്ടും എന്താണ് മുഖം നോക്കാൻ ആ കാലഘട്ടത്തിൽ കാണില്ല. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുകയില്ല.